അപ്പൊ അൽ ലത്തീഫ് എന്നുള്ള അള്ളാന്റെ ആ ശ്രേഷ്ഠ നാമം പരിശുദ്ധ ഖുർആനിൽ 5ലധികം സ്ഥലത്ത് കടന്നു വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും അള്ളാഹുവിന്റെ 2 ക്വാളിറ്റികളാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ സൂക്ഷ്മജ്ഞാനത്തെ കുറിക്കുന്നതാണ്. ആ മൈക്രോ ലെവലിലുള്ള അള്ളാഹിന്റെ ആ അദൃശ്യമായിട്ടുള്ള ആ സൂക്ഷ്മജ്ഞാനം അത്. രണ്ടാമതായിട്ട് അത് അറിവ് മാത്രമല്ല, അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും കാണാനോ ഗ്രഹിക്കാനോ കഴിയാത്ത വിധം നമുക്ക് വേണ്ടി സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അത് ആ ഒരു ക്വാളിറ്റിയാണ് രണ്ടാമതായിട്ട് അത് കാണിക്കുന്നത്. അപ്പൊ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ലളിതമായിട്ട് നൽകാവുന്ന ഒരു ഉദാഹരണം. അപ്പൊ നമ്മൾ നിരന്തരം ശ്വസിക്കാറുണ്ട്. അപ്പൊ ആ ശ്വസനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇപ്പൊ ഈ റൂം നിറയെ ഓക്സിജൻ ഉണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അതിന്റെ എഫക്റ്റ് നമ്മൾ സദാ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകാറില്ല. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തൂടെ ഓടുന്ന ആ രക്തം, ആ ധമനികളിലൂടെ ആ രക്തം സദാ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോകാറില്ല. പക്ഷേ അതിന്റെ ഒരു എഫക്റ്റ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ രൂപത്തിൽ സദാ നമുക്ക് വേണ്ടി കാണാത്ത വിധം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ആ പറഞ്ഞ 2 ക്വാളിറ്റികൾ അത് പരിശുദ്ധ ഖുർആന്റെ ബേസിൽ തന്നെ നോക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും. അപ്പൊ ഒന്നാമതായിട്ട് സൂറത്ത് ലുഖ്മാനിൽ അതിന്റെ 16ാമത്തെ ആയത്തിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. അപ്പൊ അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കടുകുമണിയോളം വലിപ്പമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കടുകുമണി അത് ഭൂമിയിൽ എവിടെയെങ്കിലും, ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പാറക്കെട്ടിനുള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചാലും, അതായത് കറുത്ത പാറക്കുള്ളിൽ ആ ചെറിയ കടുകുമണി നിങ്ങൾ ഒളിപ്പിച്ചാലും, ഇനി ഭൂമി വേണ്ട, ഈ വാനലോകത്ത് അതല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെ നിങ്ങൾ കൊണ്ടുപോയി വെച്ചാലും, സുബ്ഹാനല്ലാഹ്, പറയുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ ഉള്ളംകൈയിൽ വെച്ച ഒരു കടുകുമണി, അപ്പൊ അത് ഈ റൂമിൽ തന്നെ വളരെ ചെറുതാണ്. നമ്മൾ സൂം ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ റൂം കഴിഞ്ഞ് പിന്നീട് നമ്മുടെ പട്ടണം കഴിഞ്ഞ് ആ വിശാലമായിട്ടുള്ള ഭൂമിയും കഴിഞ്ഞ് നമ്മൾ ആ സൂം ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ സൗരയുധത്തിൽ തന്നെ ഒരല്പം കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഭൂമി തന്നെ ഒരു കടുകുമണിയോളം ചെറുതാകും. അപ്പൊ വീണ്ടും വീണ്ടും സൂം ചെയ്ത് നിരവധി ഗാലക്സികളെല്ലാം കടന്നു പോകുന്നതിനനുസരിച്ച് നമുക്കറിയാവുന്ന ആ മൊത്തം പ്രപഞ്ചമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ആ കടുകുമണി എത്ര ചെറുതാണ്. അള്ളാഹു പറയാണ്, ആ ഒരു കടുകുമണി നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ നിങ്ങൾ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും യഅതി ബിഹല്ലാ, അള്ളാഹു ഉടനെ തന്നെ, അത് എവിടെയായാലും ഉടനെ തന്നെ അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. ശേഷം ആയത്തിന്റെ അവസാനം ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അള്ളാഹുവിന്റെ ആ സൂക്ഷ്മമായിട്ടുള്ള ആ ജ്ഞാനം അത് അവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു തലം. രണ്ടാമത്തെ അതിന്റെ ഒരു തലം ഞാൻ പറഞ്ഞു, അഗോചരമായിട്ടുള്ള രൂപത്തിൽ, അദൃശ്യമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയുടെ 19ാമത്തെ വചനത്തിൽ അള്ളാഹു ലതീഫും ബിഇബാദിഹി അള്ളാഹു പറയുന്നുണ്ട്. വളരെ പ്രസിദ്ധമായി തീർന്ന ആ ഒരു കോട്ടിൽ പറയുന്നത് പോലെ, ഗോഡ് വർക്ക്സ് മിസ്റ്റീരിയസ് വേസ്, അതായത് ദൈവം വളരെ നിഗൂഢമായിട്ടുള്ള വഴികളിലൂടെയാണ് പ്രവർത്തിക്കുക. ആ ഒരു ആശയത്തെ അന്വർത്ഥമാക്കുന്നതാണ് അൽ ലത്തീഫ് എന്നുള്ള ആ ഒരു നാമം. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും ആ സാന്നിധ്യം സദാ നമ്മോടൊപ്പം ഉണ്ട്.